ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് ഷീന, സ്ഥലം പാല. ഞാൻ 2018 ഡിസംബർ 9 തീയതി മുതൽ ഉടമ്പടി പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ആദ്യം പറയുന്ന സാക്ഷ്യം എന്നാന്ന് വെച്ചാൽ, എനിക്ക് സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. ആ സ്ഥലം വിൽപ്പന നടക്കുന്നില്ലായിരുന്നു. പലരും വന്ന് നോക്കിയെങ്കിലും നടക്കുന്നില്ലായിരുന്നു. ഇവിടെ വന്ന് ഞാനന്ന് നേർച്ച നേർന്ന മാതാവിനോട് ഒരു വർഷത്തോളം ഇതായിരുന്നു സ്ഥലം വിൽക്കാൻ വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. 9 ഞായറാഴ്ച ഞാൻ അടുപ്പിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരി കത്തിച്ചോളാമെന്ന് നേർച്ച നേർന്നു. പക്ഷേ ഞാൻ മാതാവിന് വന്നിട്ടും പ്രാർത്ഥിച്ചു. 9 ദിവസം പോവാതെ 9 ദിവസത്തിനുള്ളിൽ എൻ്റെ കാര്യം സാധിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 9ാമത്തെ ദിവസം എൻ്റെ സ്ഥലക്കച്ചവടം നടന്നു. അതിന് മാതാവിന് 1000 നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് തലവേദനയുണ്ട്. അത് വർഷങ്ങളായിട്ടുള്ള തലവേദനയാണ്. ഈ തലവേദന എനിക്ക് പീരിയഡ്സ് ആകുമ്പോഴാണ് വരാറുള്ളത്. അത് വല്ലാത്തൊരു വേദനയാണ്. ഡോക്ടർ ഗുളിക തരും, അത് കഴിക്കും, അന്നേരം മാറും. പക്ഷേ ഞാൻ ഇതുവരെ ഈ ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിലും ആ തലവേദന ഞാൻ എഴുതാറില്ലായിരുന്നു. വേറെ കാര്യങ്ങളെല്ലാം എഴുതുകയും കൂട്ടുകാരുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ എഴുതുന്നതുകൊണ്ട് എൻ്റെ കാര്യം ഞാനത് വെക്കാറില്ലായിരുന്നു. ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്ത സമയത്ത് ഇവിടുത്തെ കൗൺസിലിങ്ങിന് നമ്മളെ വിളിച്ചപ്പോൾ അവിടുന്ന് ബ്രദർ ഈ നിയോഗങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കഠിനമായ തലവേദന ഉണ്ടാകാറുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് എഴുതാത്തത് എന്ന് എന്നോട് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ തന്നെ അതേക്കുറിച്ച് ചിന്തിച്ചത്. അത് കഴിഞ്ഞിട്ട് അന്ന് ഞാൻ വീട്ടിൽ പോയിരുന്ന നിയോഗം വെച്ചില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇനി എനിക്ക് ആ തലവേദന വരുത്തരുത്, ഈ തലവേദന മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ആ തലവേദന പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതെൻ്റെ കൂട്ടുകാരിയാണ്. ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത്. ഈ കുഞ്ഞിന് മുഖത്തൊരു വീക്കം ഉണ്ടായി. ആ വീക്കം ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അവർ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ടെസ്റ്റ് എല്ലാം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ കിഡ്നിക്ക് വീക്കം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആൽബുമിൻ്റെ അളവ് 4+ ആയിട്ട് കാണിക്കും. പിന്നെ പ്രോട്ടീൻ്റെ അളവെല്ലാം കൂടുതലായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയി. കുഞ്ഞാണെ വഴക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ESIയിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വിദ്യയെ ഒരു കുഴപ്പവും ഉണ്ടാകുകയില്ല, ഞാൻ എന്നും വിളിക്കും. എന്നിട്ട് ഞാൻ എന്നും ഡെയിലി ബ്രെഡ് കൂടുന്നതാണ്. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ അച്ഛന് ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നവരുടെയും കാര്യം, അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സംബന്ധമായ കാര്യങ്ങൾ പ്രാർത്ഥനയിൽ പറയാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് അച്ഛൻ ഡെയിലി ബ്രെഡ് അങ്ങനെയാണ് പറഞ്ഞത്. ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവരുടെ എല്ലാ കാര്യങ്ങളും അസുഖങ്ങളെല്ലാം മാറ്റി കൊടുക്കാനും ടെസ്റ്റിലുള്ള മാറ്റങ്ങളൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ അടിവയറ്റിൽ തൈലമെടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ആൽബുമിൻ്റെ അളവ് കുറയുകയും അത് 2+ ആയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കുഞ്ഞിന് ആശുപത്രിയിൽ നിന്ന് പോകുന്നു. പിന്നെ ഇപ്പോൾ ഡിസ്ചാർജായി. ഇപ്പോൾ നോക്കുമ്പോഴെല്ലാം നില്ലാണ്. ഇതുവരെ ഒരു കുഴപ്പമില്ല. കുഞ്ഞിൻ്റെ എല്ലാ രോഗവും മാറി. അതിന് അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. ഈശോയോടും മാതാവിനോടും എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവാത്ത അത്രയും നന്ദി ഞാൻ പറയുകയാണ്. എൻ്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തിയതിൽ. ഇനി അവൾക്കത് തിരിച്ചു വരാതിരിക്കട്ടെ എന്ന് ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രാർത്ഥനയിലും ഞാൻ മാതാവിനോട് അപേക്ഷിക്കും. എൻ്റെ പേര് വിദ്യ എന്നാണ്. ഞാൻ ശരിക്കൊരു മലപ്പുറംകാരിയാണ്, ഹിന്ദു ആണ്. എനിക്ക് ഇങ്ങനെ ക്രിസ്ത്യൻ മതത്തെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ല. യേശു മാതാവ് ഒന്നും എനിക്ക് അത്ര സുപരിചിതം അതല്ല ശരിക്ക്. പക്ഷേ അത് എൻ്റെ ജീവിതത്തിലോട്ട് എനിക്ക് കൊണ്ടുവന്നത് ചേച്ചിയാണ്, ഷീന ചേച്ചിയാണ്. എനിക്ക് ബൈബിളൊക്കെ വാങ്ങിച്ചു തന്ന് എന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കാനും ഒക്കെ പഠിപ്പിച്ചതും മാതാവിനോട് കൂടുതൽ അടുക്കാനും പറ്റിയത് ഷീന ചേച്ചി കാരണമാണ്. അപ്പം ഞാൻ പിന്നെ എൻ്റെ ഫാമിലി ഒന്നും കൂടെയില്ല. ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെ 2 മതസ്ഥരായതുകൊണ്ട് തന്നെ ഫാമിലി ഒന്നും ഞങ്ങളുടെ കൂടെയില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ അസുഖങ്ങൾ വന്നാലും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാം കൈകാര്യം ചെയ്യാറ്. അപ്പോൾ ജീവിതത്തിൽ ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും വലിയ തുണയായിട്ടുള്ളത് ഷീന ചേച്ചിയാണ്. പല അവസരങ്ങളിലും എനിക്ക് അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം മാതാവിനെയാണ് ഇപ്പം ഞാൻ കൂടുതലായിട്ട് ചേർത്ത് നിർത്തിയിരിക്കുന്നത്. മാതാവിനെയും ഈശോയെയാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഉടമ്പടിയിലുണ്ട്. ഉടമ്പടിയിൽ ഞാൻ 2025 നവംബർ 23 എടുത്തത്. ഉടമ്പടി എടുത്ത് 10ാമത്തെ ദിവസമാണ് മോൾക്ക് ഈ അസുഖം ഉണ്ടെന്ന് അറിയുന്നത്. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അമ്മ മാതാവ് അത് കാണിച്ചു തന്നത് വളരെ വലിയൊരു കാര്യമായിട്ട് കാണുന്നു. അത് കൂടിയിരുന്നെങ്കിൽ ഇവിടം കൊണ്ടൊന്നും നിൽക്കില്ലായിരുന്നു, ബുദ്ധിമുട്ടായേനെ. ഇപ്പോൾ അത് തുടക്കത്തിൽ തന്നെ മാതാവ് അത് കാണിച്ചു തന്നതിൽ 1000 നന്ദി അറിയിക്കുന്നു.
പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് പത്രം വാങ്ങി ബസ് സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലുകളിലും കൊണ്ട് കൊടുക്കും. പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു വൈകല്യമുള്ള ഒരു അമ്മച്ചിമാരുണ്ട്. ആ 10-60 പേരുണ്ട്. അവർക്ക് ഫുഡ് കൊടുക്കുകയും അവർ ഇടയ്ക്ക് പോയി കാണാറൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും 3 പൊതിച്ചോറ് വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ കുർബാന കൂടാനെന്ന് പറഞ്ഞാൽ എനിക്ക് വീട് ഒത്തിരി പള്ളിയായിട്ട് ഒത്തിരി അകലമുണ്ട്. അതുകൊണ്ട് കുർബാന ഞായറാഴ്ചയൊന്നും മുടങ്ങാതെ കൂടും. പിന്നെ ഇന്നാണെങ്കിൽ ഇവിടെ വന്നാൽ കൂടിയത്. അങ്ങനെ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ രാവിലെ പോരും കുർബാന കൂടാൻ വേണ്ടി. ഇത്രയൊക്കെയാണ് സഹായിച്ച മാതാവിന് 1000 നന്ദി. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വചനമാണ്. പഴയ നിയമകാലത്ത് യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്നത് 6 കൽഭരണികളിലായിരുന്നു. കാനായിലെ കല്യാണത്തിൻ്റെ സമയത്ത് വീഞ്ഞു തീർന്നപ്പോൾ പരിശുദ്ധ അമ്മയാണ് യേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അവർക്ക് വീഞ്ഞില്ല എന്ന്. ഈശോ തൻ്റെ സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ടും അമ്മ ശുശ്രൂഷകരോട് പറഞ്ഞ്, അവൻ നിങ്ങളോട് പറയുന്ന പോലെ ചെയ്യുവിനെന്ന്. പരിശുദ്ധ അമ്മ കാര്യങ്ങൾ കയ്യിലെടുക്കാതെ എല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. വേണമെങ്കിൽ അമ്മയ്ക്ക് പുതിയ വീഞ്ഞ് വാങ്ങിക്കാൻ പറയാമായിരുന്നു, അല്ലെങ്കിൽ അടുത്ത് നിന്ന് മേടിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ അമ്മയ്ക്ക് ഈശോയുടെ ശക്തിയിലും അധികാരത്തിലും പൂർണ്ണ വിശ്വാസമാണുള്ളത്. അതുകൊണ്ടാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് അമ്മ ശുശ്രൂഷകരോട് പറഞ്ഞത്. കർത്താവിൻ്റെ നിർദ്ദേശങ്ങൾ പലപ്പോഴും നമുക്ക് അസാധാരണമായി തോന്നാം, ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവാം. ഈശോ അവരോട് പറഞ്ഞത് വെള്ളം ഭരണിയിൽ നിറയ്ക്കാനാണ്. ചിലപ്പോൾ ശുശ്രൂഷകർ അതിശയിച്ച് പോയി കാണാം, എന്തായിരിക്കാം വീഞ്ഞിന് പകരം വെള്ളം. പിന്നീടാണ് ഈ ശുശ്രൂഷകരുടെ വിശ്വാസം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈശോ പറഞ്ഞതുപോലെ അവർ ചെയ്യുകയാണ്. ഇതാണ് വിശ്വാസം, പൂർണ്ണമായ അനുസരണം, ചോദ്യം ചെയ്യാതെ പെട്ടെന്ന് അവർ വൈകാതെ ഉള്ളൊരനുസരണം. അവർ അനുസരിച്ചു, അതനുസരിച്ച് അവർക്ക് അവരുടെ അനുഗ്രഹം ലഭിച്ചു. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും ചേർന്ന് നിന്ന് കൈപിടിച്ച് നമുക്ക് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളാണ് ഈ സാക്ഷ്യങ്ങളിൽ കൂടി നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നത്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഓരോ ദൈവമക്കളും ഓരോ ഉടമ്പടി മക്കളും അവരുടെ ജീവിത സാക്ഷ്യങ്ങളാണ് നമ്മുടെ അമ്മയുടെ സന്നിധിയിൽ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഷീന ഷിമി എന്ന മകളുടെ സാക്ഷ്യത്തിലും അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. സമയചുരുക്കത്തിൻ്റെ അമ്മയാണ്. 1 വർഷം കാത്തിരുന്നു സ്ഥലം വിൽക്കാൻ. 9 ദിവസം കൊണ്ടാണ് ഉടമ്പടിയിൽ വെച്ചതിന് ശേഷം വിൽക്കാൻ സാധിച്ചത്. ഇതാണ് സമയചുരുക്കത്തിൻ്റെ അമ്മ. കാനായിൽ പ്രവർത്തിച്ചതുപോലെ തന്നെയാണ് അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറഞ്ഞത് ചെയ്തപ്പോഴാണ് ഇവരുടെ കാര്യത്തിലും 1 വർഷം എന്നുള്ളത് 9 മാസമായി ചുരുക്കിയത്. 20 വർഷമുണ്ടായിരുന്ന മൈഗ്രെയിൻ ഹെഡേക്കാണ് പെട്ടെന്ന് തന്നെ, അതും ഈശോയും അമ്മയും ഇടപെടുന്ന ഒരു വഴി. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഏതൊരു കൗൺസിലറിൻ്റെ കൂടിയാണ് പറഞ്ഞത്, മോക്ക് തലവേദനയില്ലേ എന്ന്. ഇതാണ് നമ്മുടെ ഓരോ കാര്യത്തിലും ഈശോയും അമ്മയും എത്ര ശ്രദ്ധാലുവാന്ന് നോക്കി. നമ്മൾ മറന്നു പോയാലും നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓർപ്പിച്ച് തരികയാണ്, മോൾക്ക് മൈഗ്രെയിൻ പെയിൻ ഉണ്ടായിരുന്നു എന്ന്. പെട്ടെന്ന് അതാണ് ഈശോയും അമ്മയും തൊട്ട് സുഖപ്പെടുത്തി കൊടുത്തതും. അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഉടമ്പടി മക്കൾ ഒരു നിബന്ധനയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.